So our next topic is three-phase induction motors. So ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോയാലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഈ ടോപ്പിക്കിൽ നിന്നാണ്. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ അറിയുകയാണെങ്കിൽ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് what are the principles of different types of induction motors. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഓഫ് ഓൾ ദി മോട്ടോഴ്സ് വിച്ച് ആർ എംപ്ലോയ്ഡ് ഇൻ ദി വേൾഡ് ഓൾമോസ്റ്റ് 80 to 90% ഓഫ് ദി മോട്ടോഴ്സ് ദേ ബിലോങ് ടു ഇൻഡക്ഷൻ ടൈപ്പ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മോട്ടോഴ്സ്. 80 മുതൽ 90% മോട്ടേഴ്സും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടേഴ്സാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഡക്ഷൻ മോട്ടേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കാരണം? നമ്മൾ ഇതിനു മുന്നേ ഡി സി മോട്ടേഴ്സ് പഠിച്ചു, പല ടൈപ്പിലുള്ള ഡി സി മോട്ടേഴ്സ് പഠിച്ചു. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മോട്ടറിൻ്റെ പ്രധാന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് കൺട്രോളാണ്. Either we have to maintain a constant speed or we want to change the speed according to our requirements. അതാണ് സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് കൺട്രോൾ ആപ്ലിക്കേഷൻസിൽ നമ്മൾ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഡി സി മോട്ടേഴ്സ് ആയിരുന്നു. അത് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഡി സി ഷണ്ട് മോട്ടർ ഉപയോഗിച്ചു. വേരിയബിൾ സ്പീഡ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ സീരീസ് മോട്ടേഴ്സ് ഉപയോഗിച്ചു. പക്ഷേ ഈ ഡി സി മോട്ടേഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജ് കമ്പയർഡ് വിത്ത് ഇൻഡക്ഷൻ മോട്ടേഴ്സ് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അതുപോലെ അതിൻ്റെ സൈസ്, ഇഫ് ഐ കൺസിഡർ എ പെർട്ടിക്കുലർ റേറ്റിംഗ് ഓർ സെയിം റേറ്റഡ് മെഷീൻസ്, എ സി മോട്ടറിൻ്റെ സൈസ് ഡി സി മോട്ടറിൻ്റെ സൈസിലും കമ്പാരിറ്റീവ്ലി ചെറുതാണ്. അതുപോലെ കോസ്റ്റ് ഓഫ് എ സി മോട്ടേഴ്സ് ഈസ് കമ്പാരിറ്റീവ്ലി ചീപ്പർ ദാൻ ഓർ ലെസ് ദാൻ ദി കോസ്റ്റ് ഓഫ് ഡി സി മോട്ടേഴ്സ്. നമ്മൾ പഠിച്ചു ഡി സി മോട്ടറിന് നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ് എന്താണ്? സോ വി ഹാവ് ടു ഹാവ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് വിച്ച് ആർ മെയ്ഡ് ഓഫ് കോപ്പർ ദേ ആർ വെരി എക്സ്പെൻസീവ്. ആൻഡ് ബിക്കോസ് ദി കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് which are used for converting AC to DC or DC to AC, they are called mechanical rectifiers. The size becomes large. Similarly, we require regular maintenance whenever I use DC motors. അപ്പോൾ DC മോട്ടേഴ്സിൻ്റെ വലിപ്പം കൂടുതലാണ്, DC മോട്ടേഴ്സ് എക്സ്പെൻസീവ് ആണ്, DC മോട്ടേഴ്സ് മെയിൻ്റനൻസ് ഫ്രീ അല്ല. കാരണം അവിടെ ആർക്കിംഗ് ഉണ്ടാവും ഓർ കമ്മ്യൂട്ടേഷൻ പ്രോബ്ലം ഉണ്ടാവും. ഈ കമ്മ്യൂട്ടേഷൻ പ്രോബ്ലം കാരണം, അതായത് ഒരു കോയിലിൽ കൂടെ എത്ര പെട്ടെന്ന് നമുക്ക് കറണ്ട് റിവേഴ്സൽ സാധ്യമാകും. ഈ കോയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഡക്റ്റേഴ്സ് വെച്ചാണ്. ഇൻഡക്റ്റേഴ്സിന് പ്രത്യേകം എന്താണ്? ഇറ്റ് ഓൾവേസ് ഒപ്പോസ് സഡൻ ചേഞ്ചസ് ഇൻ കറൻസ്. അപ്പോൾ ഒരു കോയിലിൽ കൂടെ നമുക്ക് പെട്ടെന്ന് കറണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ കമ്മ്യൂട്ടേഷൻ പ്രോബ്ലം ഉണ്ടാവും. ഈ കമ്മ്യൂട്ടേഷൻ പ്രോബ്ലം കാരണം അവിടെ ആർക്കിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ആർക്കിംഗ് കാരണം എന്ത് സംഭവിക്കുന്നു? ബ്രഷിനൊക്കെ തേയ്മാനം സംഭവിക്കുന്നു, ബ്രഷ് കോണ്ടാക്റ്റ് നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഓപ്പറേഷൻ വി ഹാവ് ടു മെയിൻറ്റെയിൻ ദി ഒറിജിനൽ ബ്രഷ് കോണ്ടാക്റ്റ്. സോ വി റിക്വയർ മെയിൻ്റനൻസ് ആസ് ഫാർ ആസ് ഡി സി മെഷീൻസ് ആർ കൺസേൺ. അപ്പോൾ ഡി സി മെഷീൻസ് എക്സ്പെൻസീവ് ആണ്, ഡി സി മോട്ടേഴ്സിൻ്റെ സൈസ് കൂടുതലാണ്, ഡി സി മോട്ടേഴ്സ് മെയിൻ്റനൻസ് ഫ്രീ അല്ല. പക്ഷേ ഡി സി മോട്ടേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? വളരെ സ്മൂത്തായിട്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ബൈ എംപ്ലോയിങ് വാർഡ്-ലിയനാർഡ് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ. ഈ വാർഡ്-ലിയനാർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2 ഐഡൻറ്റിക്കൽ മെഷീൻസ് വെച്ചിട്ട് നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു മോട്ടോർ ജനറേറ്റർ സെറ്റാണ്. പക്ഷേ വാർഡ്-ലിയനാർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ അഡ്വാൻറ്റേജ് എന്താണ്? വളരെ സ്മൂത്ത് സ്പീഡ് കൺട്രോളാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സ്പീഡ് കൺട്രോളിന് വേണ്ടി ഉപയോഗിച്ച വളരെ കോമൺ ആയിട്ടുള്ളൊരു ടെക്നിക്കായിരുന്നു വാർഡ്-ലിയനാർഡ് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ബൈ എംപ്ലോയിങ് 2 ഐഡൻറ്റിക്കൽ മോട്ടോർ ജനറേറ്റർ സെറ്റ്. ഇന്ന് കാര്യങ്ങളൊക്കെ മാറി. ഇന്ന് ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് വളരെയധികം ഡെവലപ്പ് ചെയ്തു. വളരെ എളുപ്പം നമുക്ക് AC മോട്ടേഴ്സ് വെച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഒരു മോട്ടറാണ്, അതായത് സ്പീഡ് കൺട്രോളിന് വേണ്ടി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു മോട്ടറാണ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്, എസ്പെഷ്യലി ഫോർ ഇലക്ട്രിക് ട്രെയിൻസ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ട്രെയിൻസ്, സബർബൻ ട്രെയിൻസ്, സബർബൻ സർവീസ്, അവിടെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടോഴ്സാണ്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ കമ്പാരിറ്റീവ്ലി ചീപ്പറാണ്, അത് വളരെ സിമ്പിളാണ്, അത് വളരെ റോബസ്റ്റ് ആണ്, ഓൾമോസ്റ്റ് മെയിൻ്റനൻസ് ഫ്രീ ആണ്, എസ്പെഷ്യലി കേജ് ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഓൾമോസ്റ്റ് മെയിൻ്റനൻസ് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 24 hour സർവീസ് വേണം, ഇലക്ട്രിക് ട്രെയിൻ സർവീസ് വേണമെങ്കിൽ സബർബൻ സിസ്റ്റത്തിൽ. സോ വി നോർമലി ഗോ ഫോർ AC motors or 3 phase induction motors. അപ്പോൾ 3 phase induction മോട്ടോഴ്സിൻ്റെ പ്രധാന അഡ്വാൻറ്റേജ് they are almost മെയിൻ്റനൻസ് ഫ്രീ ആണ്. സോ വി ഡോണ്ട് റിക്വയർ റെഗുലർ മെയിൻ്റനൻസ്, they are comparatively cheaper ആണ്, അതിൻ്റെ സ്പീഡ് കൺട്രോൾ വളരെ എഫിഷ്യൻ്റ് ആണ്. ബട്ട് വി ഹാവ് ടു എംപ്ലോയ് along with the induction motor we have to employ what is called power electronics technique like V/F control etc. സോ ഈ കാരണങ്ങളാൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ മോട്ടോഴ്സാണ്. എസ്പെഷ്യലി നമ്മുടെ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസ്, നമ്മുടെ വീട്ടിലെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സാണ്. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് they are very cheap, they are almost maintenance free, they are very robust in construction. പക്ഷേ ഈ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രത്യേകത കമ്പയർഡ് വിത്ത് 3 phase ഇൻഡക്ഷൻ മോട്ടോഴ്സ്, 3 phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ സെൽഫ് സ്റ്റാർട്ടിംഗ് മോട്ടോഴ്സ്, വേറെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിംഗ്. നമ്മുടെ DC മോട്ടർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. DC മോട്ടറിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ മോട്ടർ വിൽ സ്റ്റാർട്ട് റിവോൾവിംഗ്. 3 phase induction motor, when a 3 phase supply is given, 3 phase induction motor starts rotating. Whereas single phase induction motor, even if it is connected to an AC supply, single phase AC supply, that will not rotate. So they are not self starting. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഓക്സിലറി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. Accordingly, there are different types of single phase induction motors depending upon the starting methods. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മുടെ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടേഴ്സും, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 3 phase ഇൻഡക്ഷൻ മോട്ടേഴ്സുമാണ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആർ മെയിൻ്റനൻസ് ഫ്രീ മോട്ടേഴ്സ്, ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആർ ചീപ്പർ മോട്ടേഴ്സ്, ഇൻഡക്ഷൻ മോട്ടർ സ്പീഡ് കൺട്രോൾ ഈസ് വെരി സ്മൂത്ത് യൂസിങ് പവർ ഇലക്ട്രോണിക് ടെക്നിക്സ്. പക്ഷേ എന്താണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്? ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ് അതിലെ പവർ ഫാക്ടർ ഈസ് വെരി പുവർ ആണ്. കാരണം ഇൻഡക്ഷൻ മോട്ടർ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമ്മൾ ട്രാൻസ്ഫോമറിൽ പഠിച്ചാണ് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ നടക്കണമെങ്കിൽ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പോസിബിൾ ആകണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു മ്യൂച്വൽ മാഗ്നറ്റിക് ഫ്ലക്സ് വേണം, ഒരു മ്യൂച്വൽ ഫീൽഡ് വേണം. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡക്ഷൻ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ, നമ്മുടെ പ്രൈമറി ഈസ് കണക്റ്റഡ് ടു an AC supply. There is a mutual flux generated which is going to link with the secondary. So there will be an induced EMF in the secondary and hence we can transfer power from primary to secondary. If the load connected to the secondary is varied, your primary will take more power or primary will vary the power taken from the supply. So thus we can have power transfer from primary to secondary through electromagnetic induction. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പോസിബിൾ ആകണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു മ്യൂച്വൽ ഫ്ലക്സ് വേണം, എ ഫ്ലക്സ് കോമൺ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി വേണം. ഈ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിയാക്റ്റീവ് പവർ വേണം. അപ്പോൾ ഈ റിയാക്റ്റീവ് പവർ റിക്വയർമെൻറ്റ് ഈസ് ദി മേജർ പ്രോബ്ലം ഇൻ ഇൻഡക്ഷൻ മെഷീൻസ്. അപ്പോൾ റിയാക്റ്റീവ് പവർ കൂടിയാൽ എന്ത് സംഭവിക്കുന്നു? റിയാക്റ്റീവ് പവർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പവർ ഫാക്ടർ വിൽ ബി ലാഗിങ്. അപ്പോൾ ഈ ലാഗിങ് പവർ ഫാക്ടർ ആണ് ഇതിൻ്റെ പ്രധാന പ്രോബ്ലം. ഒരു ഇൻഡക്ഷൻ മോട്ടറിനെ സംബന്ധിച്ച് ലാഗിങ് പവർ ഫാക്ടർ ആണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. കാരണം ലാഗിങ് പവർ ഫാക്ടർ, ഇൻഡക്റ്റേഴ്സ് ദേ ഓൾവേസ് ഡ്രോ എ ലാഗിങ് കറൻറ്റ്. അപ്പോൾ ലാഗിങ് കറൻറ്റ് എത്ര കൂടുന്നോ അത്രയും മോശമായിരിക്കും നമ്മുടെ പവർ ഫാക്ടർ, നമ്മുടെ കോസ് വൈ. അപ്പോൾ പവർ ഫാക്ടർ മോശമായാൽ എന്ത് സംഭവിക്കുന്നു? യുവർ സിസ്റ്റം വിൽ ടേക്ക് അഡീഷണൽ കറൻറ്റ്
നമ്മുടെ സിസ്റ്റം കൂടുതൽ കറണ്ട് എടുക്കുന്ന സപ്ലൈയിൽ നിന്നും കൂടുതൽ കറണ്ട് എടുക്കുമ്പോഴാണ് നമ്മുടെ ഇലക്ട്രിക്കൽ കൺസംഷൻ കൂടുന്നു, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നു. ഇതാണ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രധാന പ്രശ്നം. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രധാന പ്രോബ്ലം എന്താണ്? പുവർ പവർ ഫാക്ടർ, ലാഗിങ് കറണ്ട് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഈ പവർ ഫാക്ടർ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ I can easily use induction motors with all the advantages which I specified earlier. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ we will try to improve the power factor. എങ്ങനെയാണ് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്നത്? പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ലാഗിങ് കറൻറ്റ് ക്യാൻ ബി ക്യാൻസൽഡ് ബൈ എ ലീഡിങ് കറൻറ്റ്, നോട്ട് കംപ്ലീറ്റ് ക്യാൻസലേഷൻ. We don't want power factor to be equal to 1. So we can have, if the power factor is 0.8 lagging, I can make it 0.9 lagging. അപ്പോൾ 0.8 ലാഗിങ്ങിനെ നമുക്ക് 0.9 ലാഗിങ് ആക്കാം, അല്ലെങ്കിൽ 0.6 ലാഗിങ് ആണെങ്കിൽ അതിനെ 0.9 ലാഗിങ്ങിലേക്ക് കൊണ്ടുവരാം ബൈ പുട്ടിങ് പവർ ഫാക്ടർ ഇംപ്രൂവ്മെൻറ്റ് ഡിവൈസസ്. അപ്പോൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കപ്പാസിറ്റേഴ്സ്, ഐദർ സ്റ്റാറ്റിക് കപ്പാസിറ്റേഴ്സ് ഓർ റിവോൾവിംഗ് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ വെച്ചിട്ടാണ് പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യുന്നത്. പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മോട്ടർ വിൽ ടേക്ക് മോർ കറണ്ട് ഫ്രം ദി സപ്ലൈ. And when the motor takes more current, our electricity bill increases. There will be more drop along the line. Your efficiency of transmission distribution becomes poor, and more electricity has to be generated. So these are the problem with the poor power factors. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്. പക്ഷേ നമ്മൾ കൂടുതൽ ഇൻഡക്ഷൻ മോട്ടർ ഉപയോഗിക്കുമ്പോൾ we must try to improve the power factor of the motors. So this power factor we can improve it by connecting capacitor banks, 3-phase capacitor banks, or by connecting, we have an additional technique for improving power factor, that is by employing a large 3-phase synchronous motor. Appo synchronous motors are power factor improvement devices. They are rotating capacitors, the revolving capacitors. Appo static capacitor വെച്ച് നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ സിങ്ക്രണസ് മോട്ടർ വെച്ചിട്ട് നമുക്ക് പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ ഇൻഡക്ഷൻ മോട്ടറിന് ശേഷം വി വിൽ സ്റ്റഡി synchronous machines, synchronous motors and synchronous generators. There we will study how a synchronous motor can improve the power factor of operation of a system. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമ്പോൾ we should try to improve the power factor of the system by connecting power factor improvement mechanisms. അതുപോലെ തന്നെ when you are employing a motor, we should try to connect the rated load to the machine. അപ്പോൾ ഒരു 5 HP നമ്മൾ മോട്ടർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ we should try to connect 5 HP ലോഡ്. അപ്പോൾ നമ്മുടെ റേറ്റഡ് ലോഡിൽ ഒരു ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ പവർ ഫാക്ടർ വിൽ ബി കമ്പാരിറ്റീവ്ലി ബെറ്റർ. അപ്പോൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ റേറ്റഡ് ലോഡിലൊരു സിസ്റ്റം വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളൊരു വലിയ മോട്ടർ മേടിച്ചിട്ട് ഒരു ചെറിയ ലോഡ് കണക്ട് ചെയ്യാണ്, അണ്ടർ ലോഡിൽ നമ്മൾ പെർഫോം ചെയ്താലാ പവർ ഫാക്ടർ വിൽ ബി വെരി പുവർ. അപ്പോൾ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വേറൊരു ടെക്നിക് which is normally employed is connecting a proper load to the machine. അപ്പോൾ മെഷീൻ്റെ റേറ്റിങ്ങിനനുസരിച്ച് നമ്മൾ ലോഡ് കണക്ട് ചെയ്യണം. നമ്മൾ ഒരിക്കലും അണ്ടർ ലോഡിൽ ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആർ ഓൾവേസ് എംപ്ലോയിഡ് വിത്ത് റേറ്റഡ് ലോഡ്. അപ്പോൾ റേറ്റഡ് ലോഡിൽ ഒരു ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ യുവർ പവർ ഫാക്ടർ വിൽ ബി കമ്പാരിറ്റീവ്ലി ബെറ്റർ. ലോഡ് കുറയുകയാണെങ്കിൽ നമ്മുടെ പവർ ഫാക്ടർ വിൽ ബിക്കം വെരി പുവർ. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പ്രധാന പ്രാക്ടിക്കൽ പ്രോബ്ലം ഈസ് ലാഗിങ് പവർ ഫാക്ടർ, പുവർ പവർ ഫാക്ടർ. സോ വി ഷുഡ് ട്രൈ ടു ഇംപ്രൂവ് ദി പവർ ഫാക്ടർ. സോ വി വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ 3-phase ഇൻഡക്ഷൻ മോട്ടേഴ്സ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. സോ വി ക്യാൻ ക്ലാസിഫൈ ഇൻഡക്ഷൻ മോട്ടേഴ്സ് ആസ് 3-phase ഇൻഡക്ഷൻ മോട്ടേഴ്സ്, 3-phase 3-5 induction motors, and single phase induction motors. SY means single phase induction motor. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടർ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, 3-phase ഇൻഡക്ഷൻ മോട്ടർ ആൻഡ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. അപ്പോൾ 3-phase ഇൻഡക്ഷൻ മോട്ടറും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ലോഡിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ലോഡ് റിക്വയർമെൻറ്റ് വളരെ കുറവാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ. ഇഫ് ദി ലോഡ് ഈസ് ലാർജ്, normally we go for 3-phase induction motor.
അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 3-phase ഇൻഡക്ഷൻ മോട്ടറാണ്. ആൻഡ് ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസ് വി യൂസ് സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അപ്പോൾ സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ എംപ്ലോയിഡ് ഫോർ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസ്. So they are fractional horsepower motors. Fractional horsepower. അതായത് നമ്മുടെ റേറ്റിംഗ് ഒരു HP-യിലും കുറവായിരിക്കും. Fractional horsepower machines. And 3-phase induction motors are employed for industrial applications. Industrial applications. അപ്പോൾ നമ്മുടെ ലോഡ് റിക്വയർമെൻറ്റ് വലുതാണെങ്കിൽ we go for 3-phase. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ 3-phaseും ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻസിൽ സിംഗിൾ-phase ഉപയോഗിക്കുന്നു. ആൻഡ് 3-phase ഇൻഡക്ഷൻ മോട്ടോഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു squirrel cage type, squirrel cage induction motors and slip ring induction motors or wound rotor induction motors. Slip ring or wound rotor induction motors. So 3-phase induction motors, there are 2 classifications. One is squirrel cage type and other is slip ring or wound rotor type. 3-phase induction motors are self-starting. അപ്പോൾ 3-phase induction motor പ്രത്യേകത, they are self-starting. So they are self-starting. അപ്പോൾ 3-phase induction motor self-starting ആണ്. 2 ടൈപ്പിലുണ്ട്, squirrel cage and slip ring. Single-phase induction motors are not self-starting. അപ്പോൾ single-phase induction motors are not self-starting. ഇതാണ് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഒന്ന് സെൽഫ്-സ്റ്റാർട്ടിംഗ് ആണ്, മറ്റത് നോട്ട് സെൽഫ്-സ്റ്റാർട്ടിംഗ് ആണ്. So auxiliary methods are employed. Auxiliary methods are employed. For starting. Auxiliary methods are employed for starting. Accordingly, single-phase induction motors we can classify it into capacitor start, single-phase induction motor, capacitor start, capacitor run, capacitor start, capacitor run, shaded pole type, shaded pole, repulsion type, etc. So these are the classifications of single-phase induction motors. അപ്പോൾ single-phase induction motor self-starting അല്ല. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു അഡീഷണൽ മെക്കാനിസം വേണം. അപ്പോൾ ഏത് അഡീഷണൽ മെക്കാനിസം വെച്ചിട്ടാണ് നമ്മൾ സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടർ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. So these classifications are capacitor start, single-phase induction motor, capacitor start, capacitor run. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും റൺ ചെയ്യുമ്പോഴും നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ, സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടർ, റിപ്പൽഷൻ ടൈപ്പ് സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടർ, ഷെയ്ഡഡ് പോൾ ടൈപ്പ് സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടർ, എക്സെട്ര. These classifications are based on what additional techniques are employed for starting single-phase induction motors. അപ്പോൾ single-phase induction motors are not self-starting. 3-phase induction motors are self-starting. And 3-phase induction motors are employed for high power applications. They are industrial applications. They can be classified into squirrel cage type and slip ring type. When you compare a squirrel cage 3-phase induction motor and a wound rotor 3-phase induction motor, out of these two, the most commonly employed type, that is squirrel cage type. This squirrel cage induction motor ആണ് maintenance free motors. They are comparatively cheaper than slip ring type.
അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടിക്കൽ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കുന്നത് സ്ക്വിറൽ കേജ് ആണ്. പക്ഷേ വളരെ ഹ്യൂജ് ലോഡ് വരുമ്പോൾ വി നോർമലി ഗോ ഫോർ സ്ലിപ്പ് റിംഗ് ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ. വളരെ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണമെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സ്ലിപ്പ് റിംഗ് ടൈപ്പ്. അതർവൈസ് വി ഗോ ഫോർ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അപ്പോൾ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ cheaper motors, they are maintenance free motors, they are very robust in construction, hence majority of applications we go for squirrel cage type. So these are the classifications of three-phase induction motors. Principle of operation. ഇവിടെ നമ്മൾ രണ്ട് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, Faraday's law of electromagnetic induction. ഇതൊക്കെ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്ററാക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്ററാക്ഷൻ ഒന്ന് ഇൻഡക്ഷൻ പ്രിൻസിപ്പിളാണ്, മറ്റ് ഇൻ്ററാക്ഷൻ പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. whenever the flux linking with the circuit changes, അപ്പോൾ ഒരു സർക്യൂട്ടിലെ ഫ്ലക്സ് ലിങ്കേജ് മാറുകയാണെങ്കിൽ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഫ്ലക്സ് ലിങ്കേജ് മാറണം. ഈ ഫ്ലക്സ് ലിങ്കേജ് ലാംഡ നമ്മൾ പഠിച്ചാണ് n/5 നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഫ്ലക്സ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് മാറുമ്പോൾ അല്ലെങ്കിൽ ഫ്ലക്സ് മാറുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF E ഈസ് -d/dt ഓഫ് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജ് ആണ്. That is minus d/dt of n/5. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, 5 എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്. അപ്പോൾ ഒരു ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബോത്ത് n and 5 are changed. Both n number of turns, both number of turns and flux are changing. അതാണ് ഇൻഡക്ഷൻ മോട്ടറിൽ ഇത് രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് അസോസിയേറ്റഡ് വിത്ത് എ സർക്യൂട്ട്, ദേ ആർ കണ്ടിന്യൂസ്ലി ചേഞ്ച് ബൈ റൊട്ടേറ്റിംഗ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടൈം വേരിയിങ്. അപ്പോൾ ഒരു ടൈം വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡിൽ വി ആർ ഗോയിങ് ടു റൊട്ടേറ്റ് എ കണ്ടക്ടർ. സോ ദർ വിൽ ബി ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് മൈനസ് സൈൻ ഫോർ ലെൻസസ് ലോ. അപ്പോൾ ലെൻസസ് ലോ എന്താ പറയുന്നത്? The direction of the induced EMF is always such as to oppose the cause producing it. അപ്പോൾ എന്തുകൊണ്ടാണോ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നത് ആ കോസിനെ ഒപ്പോസ് ചെയ്യുക, അതാണ് നമ്മുടെ ലെൻസസ് ലോ, അതാണ് നമ്മുടെ മൈനസ് സൈൻ. അപ്പോൾ E is equal to minus d/dt of lambda, that is minus d/dt of n/5. ഹിയർ n എന്ന് പറയാൻ നമ്പർ ഓഫ് ടേൺസ് ആണ്, 5 എന്ന് പറയാൻ ഫ്ലക്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഈസ് കണ്ടിന്യൂസ്ലി വേരിയഡ് ബൈ റൊട്ടേറ്റിംഗ് ഇറ്റ് ആൻഡ് 5 is time varying. Then what is Faraday's law of electromagnetic interaction? If I have a magnetic field and if there is a current carrying conductor inside a magnetic field, current carrying conductor inside a magnetic field experiences a force. അപ്പോൾ ഒരു കറന്റ് കാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വരുമ്പോൾ ആ കറന്റ് കാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ആൻഡ് വി സ്റ്റഡിഡ് ദി ഫോഴ്സ് F is equal to B into I into L, where B is the flux density, I is the current through the coil, L is the length of the conductor inside the conductor, that is effective length of the conductor inside the field. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്ററാക്ഷൻ. അപ്പോൾ ഇൻ്ററാക്ഷൻ പ്രിൻസിപ്പിൾ പോസിബിൾ ആകണമെങ്കിൽ എന്ത് വേണം? കറന്റ് കാരിയിങ് കണ്ടക്ടേഴ്സ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ കറന്റ് കാരിയിങ് കണ്ടക്ടേഴ്സ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ് ഓൾവേസ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അപ്പോൾ ഈ രണ്ട് പ്രിൻസിപ്പിളാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൽ വർക്ക് ചെയ്യുന്നത്. There will be induction principle, Faraday's law of electromagnetic induction, and there will be Faraday's law of electromagnetic interaction. So both the principles are employed in induction machine.